ഇന്നും ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ നെഞ്ചിൽ വീണ്ടും ഇടുത്തി വീണിരിക്കുകയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാർജി കോടതി തള്ളി. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിലാണ് പത്മകുമാറിന്റെ ജാമ്യാർജി തള്ളിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നാണ് പത്മകുമാറിന്റെ വാദം. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ കൃത്യമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ വാദിച്ചതോടെ പത്മകുമാറിന്റെ ജാമ്യഹർജി തള്ളുകയായിരുന്നു. ഒപ്പം പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇനി ഏതൊക്കെ നേതാക്കളുടെ അല്ലെങ്കിൽ ഏതൊക്കെ മന്ത്രിമാരുടെ പേരുകളാണ് വെളിപ്പെടാൻ പോകുന്നത് എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ. നേരത്തെ മുൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളിയെ SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നമ്മുടെ സർക്കാർ. അതിനു പുറമെയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യഹർജി തള്ളിയിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രഹരം കൂടെ നമ്മുടെ സർക്കാരിന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഓരോ തെളിവുകളും SIT സംഘം ഹൈക്കോടതിക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. കോടതി മേൽനോട്ടത്തിലാണ് SITയുടെ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് തന്നെ കോടതിക്ക് മുന്നിൽ കള്ളം പറയാൻ SIT സംഘത്തിന് കഴിയില്ല. പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേസിലെ പ്രതിയായ ഗോവർദ്ധൻ 1995 മുതൽ ശബരിമലയിലെ പതിവ് സന്ദർശകനാണ്. ശ്രീകോവിലിലെ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നു. പ്രതികളുടെ ഫോൺ രേഖ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈക്കോടതി വിഷയം പരിഗണിക്കവേ ഗോവർദ്ധൻ, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റൊരു പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവർ ബംഗളൂരുവിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും വ്യക്തമാകുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഓരോ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇതൊന്നും അന്നത്തെ സമയത്ത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിഞ്ഞിരുന്നില്ലേ എന്ന് എല്ലാവരും ആലോചിക്കുന്നതാണ്. കാരണം ഇത്രയും വലിയ തിരിമറി നടക്കണമെങ്കിൽ അത് മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും അറിവില്ലാതെ നടക്കില്ല എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരുന്നു. പത്മകുമാറിനെയും N വാസുവിനെയും അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രം അറസ്റ്റ് ചെയ്തതുപോലെ PS പ്രശാന്തിനെയും അവസാനം അറസ്റ്റ് ചെയ്ത് അതിലേക്ക് മാത്രം കാര്യങ്ങൾ അവസാനിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഇപ്പോൾ. മാത്രമല്ല, പത്മകുമാറിന്റെ ബോർഡിൽ അദ്ദേഹവും അംഗമായിരുന്ന വിജയകുമാറും അറസ്റ്റിലായി. എന്നാൽ സുപ്രീം കോടതി ജാമ്യഹർജി തള്ളിയിട്ടും ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം പ്രമുഖരെ SIT തൊടുന്നില്ല എന്ന് മാത്രമല്ല, ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ഏതായാലും SITയുടെ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് വലിയ തൃപ്തി വരുമ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടവരുടെ അറസ്റ്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.